നമസ്കാരം. രാജ്യത്തെ നടുക്കിയ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി ഉയർന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 30 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുമുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. കഴിഞ്ഞ വർഷത്തെ ദുരന്തങ്ങളിൽ നിന്നും എന്ത് പാഠമാണ് പഠിച്ചത് എന്നും ആ റിപ്പോർട്ടുകളൊക്കെ സർക്കാർ പൂഴ്ത്തിയോ എന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. ജുഡീഷ്യൽ അന്വേഷണമാണ് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ CBI അന്വേഷണമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് സ്റ്റാലിൻ ഭരണകൂടത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം ഉയർന്നത്. അതേസമയം ഈ സംഭവം നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതിനിടയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു. അണ്ണാ DMK അംഗങ്ങൾ പ്ലക്കാർഡുമായി വന്ന് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് വാച്ച് ആൻഡ് വാർഡ് ഇവരെ പുറത്താക്കിയത്. ഇറങ്ങിപ്പോയ AIADMKയുടെ MLA-മാരെ സ്റ്റാലിൻ തിരികെ വിളിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചയ്ക്ക് തിരികെ എത്തണമെന്നായിരുന്നു സ്റ്റാലിന്റെ ആവശ്യം. ഇപ്പോൾ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം നിയമസഭയിൽ ചർച്ച ചെയ്താൽ 2001 ഉണ്ടായ വിഷമദ്യ ദുരന്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സഭയിൽ ഉയർന്നേക്കാമെന്നും ഇതിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ഭയം കാരണമാണ് AIADMK സഭ വിട്ട് പുറത്തു പോയത് എന്നായിരുന്നു സ്റ്റാലിന്റെ പക്ഷം. എന്തായാലും ഈ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് തമിഴകത്ത്. പ്രത്യേകിച്ചും DMK സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ പരിപാടികളാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നഷ്ടപരിഹാര തുക ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അടിക്കടി നാട്ടിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ന്യൂസ് ഡെസ്ക് INCITY മലയാളം.